പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ നല്ല എരപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് പടം കണ്ടു. 80s 90s കിഡ്സിന് ഇത് ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കും. ഇതിന്റെ ആനിമേറ്റഡ് സീരീസ് 83 85 കാലഘട്ടത്തിൽ അമേരിക്കയിലാണ് ആദ്യം ടെലികാസ്റ്റ് ചെയ്തത്. പിന്നെ 90s തുടക്കം മുതൽ ദൂരദർശനിൽ ഇതിന്റെ ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നീട് മലയാളം ഡബ്ബിംഗ് ഒക്കെ കാർട്ടൂണായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലൈവ് ആക്ഷൻ ഫിലിം അഡാപ്റ്റേഷൻ ആണ് ഈ സിനിമ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ട്രാവിസ് നൈറ്റ് ആണ്. നിക്കലസ് ഗലസ്റ്റിൻ ആണ് ഇതിൽ ഹീമാൻ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നായകനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് ഹോളിവുഡ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമയെ കുറിച്ച്. പ്ലാനറ്റ് ഇറ്റേണിയയിൽ നിന്നും ഭൂമിയിൽ എത്തപ്പെട്ട ആഡം അയാൾ എങ്ങനെയാണ് ഹീമാനായിട്ട് മാറുന്നത് എന്നുള്ള ആ ഒരു യാത്രയാണ് ഈ സിനിമ പറയുന്നത്. മറ്റേലിന്റെ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് മീഡിയ ഫ്രാഞ്ചൈസ് ബേസ്ഡ് ആയിട്ട് വരുന്ന സിനിമയാണിത്. 1987 ഇതിന്റെ ഒരു ലൈവ് ആക്ഷൻ ഫിലിം അഡാപ്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പടം കണ്ടിട്ടില്ല. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ സിനിമയാണിത്. ഈ ഫ്രാഞ്ചൈസിന്റെ ഒരു റീബൂട്ട് ആണെന്ന് പറയാം. ഈ ഒരു കഥ, ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ചെറുപ്പത്തിൽ ഇതിന്റെ കാർട്ടൂൺസ് കണ്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കോമിക്സ് വായിച്ചിട്ടുള്ളവർക്ക് ഒക്കെ ഇതൊരു കംപ്ലീറ്റ് നൊസ്റ്റാൾജി ആയിരിക്കും. അപ്പം ഈ ഒരു നൊസ്റ്റാൾജിയാണ് ഈ പടത്തിൽ വർക്ക് ആവുന്നത്. ബാക്കിയൊക്കെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ എല്ലാം അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് തന്നെ പറയാം. അങ്ങനെ വൻ സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പടം കുറച്ച് സില്ലിയാണ്. സ്റ്റോറി ഒക്കെ ആണെങ്കിലും ക്ലീഷേ ആൻഡ് പ്രഡിക്റ്റബിൾ ഒക്കെയാണ്. പക്ഷെ ഒരു ഫൺ ടു വാച്ച് എന്ന് പറയാം. ഈ ക്യാരക്ടറിനെ കുറിച്ച് അറിയാത്തവർക്കും യൂണിവേഴ്സ് എന്താണെന്ന് അറിയാത്തവർക്കും ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ അങ്ങനെ വമ്പൻ പുതുമയുള്ള ഒരു സംഭവമായിട്ടൊന്നും തോന്നുകയില്ല. പക്ഷെ ഇതിലെ ക്യാരക്ടേഴ്സ് വളരെ ലൈക്കബിൾ ആയതുകൊണ്ട് അവർക്ക് പോലും ഇത് കണ്ടിരിക്കാനായിട്ട് തോന്നിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ ദൂരദർശനിൽ കാർട്ടൂണിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ലൈവായിട്ട് സ്ക്രീനിൽ കാണുമ്പോഴുള്ള ആ ഒരു രസം, ആ ഒരു സന്തോഷം, കൗതുകം അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമായിട്ടോ ഭയങ്കര വെറൈറ്റി ഐറ്റം ആയിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതിന്റെ കാർട്ടൂൺസ് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ചെറുപ്പത്തിൽ ഇതിന്റെ കോമിക്സ് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഹീമാൻ വാളുയർത്തിയിട്ട് മറ്റേ ബൈ ദ പവർ ഓഫ് ഗ്രേസ്കൾ ആ ഒരു കാര്യം പറയുന്നത്, അത് ആ ഒരു സീനാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നത്. അതിന്റെ ഒരു നൊസ്റ്റാൾജി, അത് തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണണമെന്നുള്ള ഒരു ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ ഈ പടം പോയി കാണാൻ പോയത്. പക്ഷേ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ധാരണ ഒന്നും ഇല്ലെങ്കിലും ഒരു റീബൂട്ട് ഫിലിം എന്ന നിലയിൽ ഒരു പുതിയ കഥയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോ ആ കഥാപാത്രം, അവരുടെ വേൾഡ് ഒക്കെ അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിലെ ആഡം അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് ഇറ്റേണിയ, അതും അല്ലെങ്കിൽ ഹീമാൻ, പുള്ളിയാണ് ശരിക്കും പവർ ഓഫ് ഗ്രേസ്കൾ അത് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് ആണ്. ശരിക്കും ആഡമിന്റെ ഓൾട്ടർ ഈഗോ ആയിട്ടുള്ള സൂപ്പർ ഹീറോ വ്യക്തിത്വമാണ് ഹീമാൻ എന്ന് പറയാം. ചെറുപ്പം മുതലേ വീക്കാണെന്ന് കളിയാക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ആദം. പക്ഷെ അയാൾക്കുള്ള ഒരു മനുഷ്യത്വം, സഹാനുഭൂതി, ആ ഒരു സോഫ്റ്റ് ഹേർട്ടഡ് സ്വഭാവം, ഇതൊക്കെയാണ് അയാളെ പവറിന്റെ വെസലാക്കാനായിട്ട് അർഹതയുള്ളവനാക്കി മാറ്റിയത് എന്ന് പറയുന്ന ആ ഒരു നിമിഷം. പക്ഷെ ആ പവർ വെച്ചിട്ട് അനാവശ്യ യുദ്ധം ചെയ്യുകയല്ല വേണ്ടത് എന്നുള്ള ഒരു മെസ്സേജ്, അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഈ സിനിമ കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടറായിട്ട് നിക്കലസ് ഗലസ്റ്റിൻ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ഒരേ സമയം മസ്കുലർ ആയ കഥാപാത്രമാണ്, എന്നാൽ അയാൾക്ക് ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണ്. ഇത് രണ്ടും ഒരുപോലെ ബ്ലെൻഡ് ആവണം. അത് നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നിക്കലസ് ഗലസ്റ്റിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ടീല ആയിട്ട് വന്ന കമീല മെൻഡസ്, അതുപോലെ സ്കെൽട്ടർ ആയിട്ട് വന്ന ജാഡ് ലേറ്റോ, ഡൻകൻ ആയിട്ട് വന്ന ഇഡ്രിസ് എൽബ, പിന്നെ ഈ ഫ്രാഞ്ചൈസ് ലവേഴ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഇതിൽ വരുന്നുണ്ട്. അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസും നൈസാണ്. 1987 ഇറങ്ങിയ ഹീമാൻ സിനിമയുണ്ടല്ലോ, അതിലെ നായകനായിട്ട് അഭിനയിച്ച ഡോൾഫ് ലെൻഗ്രെൻ ഈ പടത്തിൽ ജിമ്മിൽ ഒരു സീനിൽ ക്യാമിയോ അപ്പിയറൻസും വരുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിലും ഡീസന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, പിന്നെ ഇതിന്റെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ പടത്തിന് പോസിറ്റീവ് ആണ്. VFX നല്ലതാണ്. പക്ഷെ ക്രീഞ്ചർ എന്ന ഒരു ബാറ്റിൽ ക്യാറ്റ്, ഗ്രീൻ ടൈഗർ ഉണ്ടല്ലോ, ആ കഥാപാത്രത്തിന്റെ ചില പോർഷൻസ്, മൂവ്മെന്റ്സ് ഒക്കെ ഒരു റിയൽ ഫീൽ പലപ്പോഴും എനിക്ക് തോന്നിയില്ല. പക്ഷെ റോബോട്ട് എന്ന ക്യാരക്ടർ നൈസ് ആയിരുന്നു. നെഗറ്റീവ്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റിൽ അങ്ങനെ വലിയ പുതുമയൊന്നുമില്ല. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയാണ്. ഈ ഒരു ജോൺറയുടെ ഇഷ്ടം പോലെയുള്ള ക്ലീഷ ഐറ്റംസും പടത്തിലുണ്ട്. പിന്നെ പടത്തിന്റെ ലെങ്ത്തും കുറച്ച് കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. ഇടയ്ക്ക് അത് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഷോർട്ടാക്കി പടം ക്രിസ്പ് ആക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും അറിയാത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്രേക്ഷകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ഇമോഷണൽ ഡെപ്ത് ഒന്നും ഫീൽ ചെയ്യുകയില്ല. സോ മൊത്തത്തിൽ ഒരു ഡീസന്റ് ഫൺ ടു വാച്ച് എക്സ്പീരിയൻസ് ആണ് മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവർക്ക്, കാർട്ടൂൺസ് ഒക്കെ കണ്ടവർക്ക് അതിന്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടും. സോ ചുമ്മാ ഒരു രസം അതിങ്ങനെ കണ്ടിരിക്കാനായിട്ട്. ആ ഒരു പ്യുവർ നൊസ്റ്റാൾജിയ വർക്കാവുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ പടം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ പടത്തിന്റെ മലയാളം ഡബ്ബിംഗ് വേർഷനിലാണ് ഹീമാന് ഉണ്ണി മുകുന്ദൻ ഡബ് ചെയ്തിരിക്കുന്നത്. ചില തിയേറ്ററുകളിൽ ഇതിന്റെ മലയാളം ഓടുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് കണ്ടത്. കറുകച്ചാൽ മാജിക് ഫ്രെയിംസിൽ വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. എനിക്ക് ഈ സബ് ടൈറ്റിലോട് കൂടി ഇംഗ്ലീഷ് പടം കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ ഇപ്പോൾ കാണാം. 2 മണിക്കൂർ 20 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാൽ